പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇനി പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 173 വചനമാണ്. إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ഇതാണ് പ്രസ്തുത വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയവും വിശിഷ്ടവുമായത് ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു. കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും എന്ന വിശുദ്ധ വചനത്തിലൂടെ. ആ വചനം നമ്മൾ പഠിച്ചു പോയതാണ്. ഇവിടെ ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷിക്കൽ നിഷിദ്ധമായ വിഭവങ്ങൾ, വിഷയങ്ങൾ അതാണ് എണ്ണുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയ ചില സൂക്ഷ്മ പ്രയോഗങ്ങൾ, അത് നമ്മൾ ഈ നിഷിദ്ധ വിഭവങ്ങളെയും വിഷയങ്ങളെയും മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ നിഷിദ്ധമാക്കിയത്, വിലക്കിയത് തീർച്ചയായും അൽ മൈത്തത, മൈത്തത്തിനെയാണ്, അഥവാ ശവം, വദ്ദമ, ദം, രക്തം, ചോര, വലഹ്മൽ ഖിൻസീർ, പന്നിയുടെ മാംസവും, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിക്കപ്പെട്ട് അവർക്കായി അറുക്കപ്പെട്ടത്. ഇതോരോന്നും മൈത്തത്തും ദമും ലഹ്മുൽ ഖിൻസീറും മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നതും പ്രത്യേകം നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട നിഷിദ്ധങ്ങളാണ്. ഓരോന്നിനും പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കി വേണം ഇവയെ പഠിക്കാൻ. ഈ 4 നിഷിദ്ധങ്ങളെ എണ്ണിയതിന് ശേഷം പിന്നീട് ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി, നിർബന്ധിതാവസ്ഥ, നിഷിദ്ധം ഭുജിക്കാൻ നിർബന്ധിക്കുന്നവൻ്റെ വിഷയവും വിധിയുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഈ നിഷിദ്ധങ്ങളെ 4നെയും മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹറമ അലൈക്കും എന്നാണ് പ്രയോഗിച്ചത്. ഇന്നമ എന്നുള്ളത് തീർച്ചപ്പെടുത്താനും ക്ലിപ്തപ്പെടുത്താനും പരിമിതമാക്കുവാനുമുള്ള പ്രയോഗമാണ്. ഉദ്ദേശം ഇന്നമ ഹറമ അലൈക്കും അൽ മൈത്തത എന്ന് പറയുമ്പോൾ മാ ഹറമ അലൈക്കും ഇല്ലൽ മൈത്ത, മൈത്തത്തിനെയല്ലാതെ നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടില്ല. പിന്നെ അതിലേക്ക് ചേർത്ത രക്തം, പന്നിമാംസം തുടങ്ങിയതും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തിന്നൽ നിഷിദ്ധമായവയെ ക്ലിപ്തപ്പെടുത്തി. ഇവ മാത്രമാണ് അവൻ നിങ്ങളുടെ മേൽ ഹറാമാക്കിയതെന്ന് പറയുമ്പോൾ ആ പ്രയോഗം ഉൾക്കൊണ്ട പൊരുൾ എന്താണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മുൻ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കനിഞ്ഞതിലെ വിശിഷ്ടമായവ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷ്യയോഗ്യമായ, വിശിഷ്ടവും വിശുദ്ധവും ഹിതകരവുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം, ഇത് അറിയൽ അനിവാര്യമാണ്. അതിൽ ചോദ്യമുണ്ടാവുക സ്വാഭാവികവുമാണ്. എന്ന് മാത്രമല്ല, വിശിഷ്ടവും വിശുദ്ധവുമായ പലതും വിലങ്ങി വിഗണിച്ച് നിഷിദ്ധമാക്കി ജീവിക്കുന്ന ഒരു ജനതയാണ് അന്ന് ആളുകളിൽ ബഹുദൈവവിശ്വാസികൾ. ആട്, മാട്, ഒട്ടകങ്ങളിൽ വരെ പലതും അവർ ഭക്ഷിക്കുമായിരുന്നില്ല. ഫലങ്ങളും പഴങ്ങളും കായ്കനികളും കാർഷികോൽപ്പന്നങ്ങളും അവർ തങ്ങൾക്ക് വിലങ്ങിയിരുന്നു. വിശുദ്ധമായതും വിശിഷ്ടമായതും ഏതെന്ന ചോദ്യത്തിൻ്റെ പ്രതികരണം നിഷിദ്ധമായതിനെ എണ്ണിക്കൊണ്ടും ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടും വിവരിച്ചുകൊണ്ടുമാണ് അള്ളാഹുവിൽ നിന്ന് വന്നത്.
അതാണ് ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന വചനത്തിൽ പരാമൃഷ്ടമായത്. തിന്നാൻ പാടുള്ളതും അനുവദനീയവുമായത് ചോദിച്ചപ്പോൾ പാടില്ലാത്തതിനെയാണ് പഠിപ്പിച്ചത്, പറഞ്ഞുകൊടുത്തത്. ഒരിക്കൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മാ യൽബസുൽ മുഹ്രിമു മിന സിയാബ്, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വ്യക്തി ഏത് വസ്ത്രമാണ് ധരിക്കുക? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിക്കാൻ പാടില്ലാത്തവയെ എണ്ണിക്കൊടുത്തു. ലാ യൽബസുൽ മുഹ്രിമു അൽ ഖമീസ വലൽ ഇമാമത വലൽ ബുർനൂസ വലൽ സറാവീൽ വല സൗബൻ മസ്സഹുൽ വർസു അവിസ്സാഫറാൻ. ഇഹ്റാമിൽ പ്രവേശിക്കുന്നവൻ കുപ്പായം ധരിക്കരുത്, തലപ്പാവ് ധരിക്കരുത്, ബുർനുസ് ധരിക്കരുത്. ബുർനുസ് എന്നാൽ പ്രത്യേകം ഒരു തരം നീളം കുപ്പായമാണ്. അതിൻ്റെ അറ്റത്ത് തലയിലേക്ക് കമഴ്ത്തുന്ന ഒരു തൊപ്പി ഉണ്ടായിരിക്കും, അതാണ് ബുർനുസ്. അത് ധരിക്കരുത്. വല സറാവീൽ, സിർവാലുകൾ ധരിക്കരുത്. അതേപോലെ വല സൗബൻ മസ്സഹുൽ വർസു അവിസ്സാഫറാൻ, കുങ്കുമമോ അതേപോലെ വർസോ സുഗന്ധം പരത്തുന്ന ഒരു തരം ദ്രവ്യം അതേറ്റ വസ്ത്രം ധരിക്കരുത്. അതേപോലെ വല യൽബസുൽ ഖുഫൈൻ, പാദരക്ഷകൾ ഖുഫായായ പാദരക്ഷ ധരിക്കരുത്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. സ്ത്രീയുടെ വിഷയത്തിൽ വല തൻതഖിബുൽ മർഅത്തുൽ മുഹ്രിമത്തു, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ത്രീ നിഖാബ് ധരിക്കരുത്. വല തൽബസ് അൽ ഖുഫാസൈൻ, കയ്യുറകൾ ധരിക്കരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് മുഹ്രീം ധരിക്കണം എന്ന് ചോദിച്ചപ്പോൾ ധരിക്കാൻ പാടില്ലാത്തതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചതുപോലെ ഇവിടെ എന്ത് ഭക്ഷിക്കണം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി. അതെന്തിനാണ്? ലികസ്റത്തിൽ മുബാഹ് വഖില്ലത്തിൽ മഹ്ദൂർ. ഭക്ഷ്യയോഗ്യമായത് അഗണ്യമാണ്, അധികമാണ്. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത നിഷിദ്ധമായവ പരിമിതവും തുച്ഛവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്നാൻ അനുവദിച്ചതിനെ എണ്ണിയാൽ അതെണ്ണിയാൽ ഒടുങ്ങാത്ത വിധം അനേകായിരങ്ങളാണ്. എന്നാൽ ഈ അനേകായിരങ്ങളിൽ വിലക്കപ്പെട്ടത് അതിനപേക്ഷിച്ച് തുലവും കുറവാണ്, വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിനെ എണ്ണി ഇന്നമ ഹറമ അലൈക്കുമുൽ മൈതത എന്ന് തുടങ്ങി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായതിൻ്റെ എതിരിലുള്ള നിഷിദ്ധമായതിനെ എണ്ണിയപ്പോൾ ഇന്നമ ഹറമ അലൈക്കും, ഈ എണ്ണപ്പെട്ട നിഷിദ്ധങ്ങൾ മാത്രമേ നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടുള്ളൂ എന്ന് തൗക്കീദിൻ്റെയും ഹസറിൻ്റെയും പ്രയോഗം, ഇത് മാത്രമാണ് ഹറാമാക്കിയത് എന്ന് ആ പ്രയോഗം അതെന്തിനാ? അത് അഗണ്യമായി അനേകായിരങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിൽ പലതിനെയും സ്വയം നിഷിദ്ധമാക്കി ബഹുദൈവ വിശ്വാസികൾ അവയോട് ഹറാമാണ് അവയെന്ന പോലെ അകലം നിൽക്കുന്ന അവസ്ഥയാണ് അന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ തങ്ങൾക്ക് വിലങ്ങി അവർ നിഷിദ്ധമായതിനെ ഉപയോഗപ്പെടുത്തുകയും തിന്നുകയും ചെയ്യുന്ന ദുരവസ്ഥയായിരുന്നു അന്ന്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രയോഗം ഇന്നമ ഹറമ അലൈക്കും എന്ന് പ്രയോഗിച്ചത്. നമ്മൾ തൊട്ടു മുമ്പ് 168 വചനം പഠിച്ചപ്പോൾ യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ എന്ന തുടങ്ങിയുള്ള വചനം വിശദീകരിക്കവേ കുറേ ചരിത്രങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾ തങ്ങൾക്ക് നിഷിദ്ധമായി കണ്ട തിന്നാനും കുടിക്കാനും സവാരി ചെയ്യാനുമൊക്കെ തങ്ങൾക്ക് വിലങ്ങിയ കുറേ ജന്തുമൃഗാദികളും അതേപോലെ തന്നെ കായ്കനികളും പഴങ്ങളും പാലുമൊക്കെയായി വലിയ ചരിത്രമാണ് ബഹുദൈവ വിശ്വാസികളുടെ ആ വിഷയത്തിലുള്ള ചരിത്രം. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അവർ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയ വിലങ്ങിയ ഈ വിഷയത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. ഖുൽ ഹലുമ്മ ശുഹദാഅകുമുല്ലദീന യശ്ഹദൂൻ അന്നല്ലാഹ ഹറമ ഹാദാ, ഇത് അള്ളാഹു ഹറാമാക്കി എന്നതിന് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളെ, നിങ്ങളുടെ സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ആയത്ത്.
ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അല്ലാഹുദാസന്മാർക്ക് കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ അലങ്കാരങ്ങൾ, ഉപജീവനത്തിൽ വിശിഷ്ടമായവ ഹറാമാക്കുന്നവൻ ആരുണ്ട് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. യുഹില്ലൂനഹു ആമൻ വ യുഹർറിമൂനഹു ആമ. ബഹുദൈവ വിശ്വാസികൾ ഒരു വർഷം അനുവദനീയമാക്കും, മറ്റൊരു വർഷം ഹറാമാക്കും. അള്ളാഹുവിൻ്റെ പരാമർശം, ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ശൈ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളുടെ പിതാക്കളും യാതൊന്നും ഞങ്ങൾ ഹറാമാക്കുമായിരുന്നില്ല. ഇതവരുടെ മറ്റൊരു പരാമർശം. അതുപോലെ മറ്റൊരു വചനത്തിൽ വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ശൈ. അതുപോലെ അള്ളാഹു പറഞ്ഞു വഹറമു മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ്. അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമച്ച് അള്ളാഹു അവർക്ക് കനിഞ്ഞതിനെ ഹറാമാക്കി. ഇങ്ങനെ തുടങ്ങി ധാരാളം വചനങ്ങൾ. വഅൻആമു ഹുർരിമത് ദുഹൂറുഹ. കുറേ മൃഗങ്ങളെ അവർ അതിൻ്റെ മുതുകിൽ കയറി സവാരി ചെയ്യുന്നത് ഹറാമാക്കി. അതേപോലെ ഗർഭം ധരിച്ച മൃഗങ്ങളുടെ വിഷയത്തിൽ ഗർഭത്തിലിരിക്കുന്ന മൃഗം ഖാലിസത്തുൽ ലിദുകൂരിന വ മുഹറമുൻ അലാ അസ്വാജിന, അത് ആണുങ്ങൾക്ക് പ്രത്യേകമാണ്, തങ്ങളുടെ ഇണകൾക്ക് സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണ്. വഇയ്യകും മൈതതൻ ഫഹും ഫീഹി ശുറക. ഇനി അത് ചത്ത അവസ്ഥയിലാണ് എങ്കിൽ ആണും പെണ്ണും പങ്കാളികളാണ്. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത റിസ്ഖിൽ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല. മുശ്രിക്കുകൾ അള്ളാഹു അവരോട് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് ഹറാമും ഹലാലും നിശ്ചയിച്ചു. ഇങ്ങനെ തുടങ്ങി ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയും അറിയിക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമാക്കിയതിനെ, വിശുദ്ധമാക്കിയതിനെ, ഹിതകരമാക്കിയതിനെ തങ്ങൾക്ക് വിലങ്ങി നിഷിദ്ധമാക്കി ബഹുദൈവ വിശ്വാസികൾ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹറമ അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് ഇത്ര മാത്രമാണ്, ഇവ മാത്രമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസികൾ കൊണ്ടു നടക്കുന്നതായ ഈ നിഷിദ്ധങ്ങൾ അതൊന്നും നിഷിദ്ധമല്ല എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രയോഗത്തിലൂടെ. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അശുദ്ധമെന്നും നിഷിദ്ധമെന്നും വിധിച്ചത് ഈ ആളുകൾ വിശുദ്ധമായതിനെ വിലങ്ങി യഥേഷ്ടം നിഷിദ്ധവും അശുദ്ധവും ഉപയോഗിക്കുകയാണ്. അതാണ് വിരോധാഭാസം. അതുകൂടി ഉണർത്തൽ ഈ പ്രയോഗത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ ഒരു ദുരിതാവസ്ഥ, ദുരന്തപൂർണമായ അവസ്ഥ, അതിനെ പല ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു സൈന്യവുമായി മിസ്ർ ദേശത്തെത്തി ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയ പട്ടണത്തിൽ ചെന്നിറങ്ങിയപ്പോൾ അലക്സാണ്ട്രിയയിലെ ഒരു പ്രമുഖൻ മുസ്ലിമീങ്ങളിൽ നിന്നൊരു വ്യക്തിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ പരിഭാഷകനെയും കൂട്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഇസ്കന്ദരിയയിലെ ആ പ്രമുഖനോട് സംസാരിക്കാൻ ചെന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, മാ അൻതും, നിങ്ങൾ ആരാണ്, എന്താണ്? അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇന്നാ നഹ്നുൽ അറബ്, ഞങ്ങൾ അറബികളാണ്. അഹ്ലു ശൗക്കി വൽ ഖറദ്, കൊന്നയുടെയും മുള്ളിൻ്റെയും വാക്താക്കൾ. കൊന്ന ഉപയോഗിച്ച് മൃഗങ്ങളുടെ തോല് ഊറിയിട്ട് തോല് സംസ്കരിച്ച് ഉപയോഗിച്ചിരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. വ അഹ്ലു ബൈത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയുടെ വാക്താക്കൾ. കുന്ന അദിയഖന്നാസി അർദൻ വ അശദ്ദഹും ഐഷൻ, ഞങ്ങൾ ക്ലേശപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന ആളുകളായിരുന്നു. നഅ്കുലുൽ മൈതത വദ്ദം, ഞങ്ങൾ ശവം തിന്നിരുന്നു, രക്തവും. ഇങ്ങനെ അറബികൾ ആരായിരുന്നു എന്ന് അംർ പറഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഹത്താ ഖറജ ഫീനാ റജുലുൻ ലൈസ ബി അഅളമിനാ യൗമഇദിൻ ശറഫൻ വല അക്സരിനാ മാലൻ എന്നൊക്കെ പറഞ്ഞ് തിരുനിയോഗത്തെക്കുറിച്ച് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തിയ വിഷയമൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് ഈ ഇസ്കന്ദരിയയിലെ നേതാവിന്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് ആരായിരുന്നു? അറബികൾ, അന്നത്തെ ബൗദ്ധ വിശ്വാസികൾ. നഅ്കുലുൽ മൈതത വദ്ദം, ശവം തിന്ന് രക്തം കുടിച്ച് ജീവിച്ചിരുന്നവർ. ഇതേപോലെ ഹബശ്യ നാട്ടിലെ ഹബശീനിയയിലെ
നജാഷി രാജാവ് ദീനിനെക്കുറിച്ച് ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട്. മാ ഹാദ ദീനു അല്ലദീ ഫാറഖ്തും ഫീഹി ഖൗമക്കും, നിങ്ങളുടെ ജനതയോട് വിയോജിച്ച് നിങ്ങൾ പുൽകിയ ദീൻ ഏതാണെന്ന് ചോദിച്ച് ഇസ്ലാമിനെ അറിയാൻ ഭാവിച്ചപ്പോൾ ജാഫർ റളിയല്ലാഹു തആലാൻ്റെ പ്രതികരണം, അയ്യുഹൽ മലികു കുന്ന ഖൗമൻ അല ശിർക്ക് നഅബുദുൽ അസ്നാം വനഅകുലുൽ മൈത വനസ്തഹില്ലുൽ മഹാരിം എന്നാണ്. രാജാവേ, കുന്ന ഖൗമൻ അല ശിർക്ക്, ഞങ്ങൾ ഷിർക്കിൽ ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വനഅകുലുൽ മൈത, ശവം തിന്നുകയും ചെയ്യുന്ന ആൾ വിഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അന്ന് ആളുകളിൽ ശവന്തീനികൾ, ചോര കുടിക്കുന്നവർ, ഇതായിരുന്നു അവരുടെ അവസ്ഥ. അതെന്തുകൊണ്ട്? ജീവിത വിഭവങ്ങളും ഉപജീവന മാർഗങ്ങളും പരിമിതമായതിനാൽ. വരൾച്ചയും കെടുതിയും ഉണ്ടായാൽ പറയേണ്ടതുമില്ല. ഒരിക്കൽ വിശുദ്ധ മദീനയിലേക്ക് അബൂ സുഫിയാൻ വരുന്നൊരു ചരിത്രമുണ്ട്. മക്കയിലേറ്റ ഒരു വറുതി സങ്കടപ്പെടാനാണ് വരുന്നത്. ചരിത്ര നിവേദനത്തിൽ അസാബത്ത് ഹുംസനത്തുൻ ഹസ്സത്ത് കുല്ല ഷൈഇൻ ഹത്ത അകലുൽ മൈതത വൽ ഇദാമ വൽ ജുലൂദ്, വരൾച്ച ബാധിച്ചു എല്ലാത്തിനെയും. അങ്ങനെ അവർ അകലുൽ മൈതത വൽ ഇദാമ വൽ ജുലൂദ്, ശവവും അസ്ഥിയും തോലും ഒക്കെ തിന്നുന്നിടത്തേക്ക് അവരെത്തി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് പിന്നീട് മഴ വർഷിച്ചതൊക്കെ ആ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികൾ അന്ന് മക്കയുടെ പരിസരങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നതാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവരുടെ സ്നിഗ്ധഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അല്ലാത്തപ്പോഴും ശവം അവർ തിന്നുമായിരുന്നു. ശവമാകട്ടെ അത് അശുദ്ധമാണ്, നിഷിദ്ധമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ വരെ നിഷിദ്ധവും അശുദ്ധവുമായത് തിന്ന് വിശുദ്ധമായതിനെ അവർ വിലങ്ങി. അത് ആരാധ്യന്മാരുടെയും വിഗ്രഹങ്ങളുടെയും മറ്റും പേരിൽ നേർന്നിട്ട് അന്ധവിശ്വാസങ്ങൾ പേറി അനാചാരങ്ങളിൽ മുഴുകി അവർ തങ്ങൾക്ക് തടഞ്ഞു. എത്ര ഭോഷ്കമായ വിവരശൂന്യമായ അവസ്ഥയിലായിരുന്നു അന്ന് ബഹുദൈവ വിശ്വാസികൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു നിവേദനത്തിൽ ഈ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളോട് തർക്കിക്കുന്നുണ്ട്. മാ ദബഹല്ലാഹു ഫലാ തഅകുലു വമാ ദബഹ്തും അൻതും അകൽതുമു, അള്ളാഹു അറുത്തത് അഥവാ ശവം നിങ്ങൾ തിന്നുന്നില്ല, നിങ്ങൾ അറുത്തത് നിങ്ങൾ തിന്നുന്നു. ഇത് വിരോധാഭാസമല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അള്ളാഹു അറുത്തതെന്ന് പറഞ്ഞാൽ അറുക്കണില്ല, പിന്നെയോ അറവേൽക്കാതെ ചത്തതിനെയാണ് അവർ മാ ദബഹല്ലാഹു ഫലാ തഅകുലു എന്ന് പറയുന്നത്. ചത്തത് നിങ്ങൾ തിന്നുന്നില്ല, നിങ്ങൾ അറുത്ത് ജീവൻ പോയതിനെ നിങ്ങൾ തിന്നുന്നു. മുശ്രിക്കുകൾ ഈ വിദണ്ഡവാദവുമായി വന്നു. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അനഅകുലു മാ നഖ്തുൽ വലാ നഅകുലു മാ യഖ്തുലുല്ലാഹ്, തിരുദൂതരെ, ഞങ്ങൾ കൊന്നതിനെ ഞങ്ങൾ തിന്നുന്നു, അള്ളാഹു കൊന്നതിനെ ഞങ്ങൾ തിന്നുന്നില്ല. അതായത് ഞങ്ങൾ അറുത്ത് ജീവൻ പോയതിനെ ഞങ്ങൾ തിന്നുന്നു, എന്നാൽ അള്ളാഹു ജീവനെടുത്ത് ചത്തതിനെ ഞങ്ങൾ തിന്നുന്നില്ല, അതെന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സൂറത്തുൽ അൻആമിൽ ഫകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ വമാ ലക്കും അല്ലാ തഅകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും എന്ന് തുടങ്ങി ആയത്തുകൾ അവതീർണമാകുന്നത് ആ വിഷയത്തിൽ. അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ച് ബിസ്മില്ല ചൊല്ലി അറുത്തത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുത്തത് എന്തിനു നിങ്ങൾ തിന്നാതിരിക്കണം? വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതെല്ലാം അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കെ എന്ന് തുടങ്ങിയുള്ളതായ വചനങ്ങൾ ഈ വിഷയത്തിലാണ് അവതീർണമായത്. അതിന് തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന അശ്ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂക്കും വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ എന്ന്. അള്ളാഹുവിൻ്റെ നാമം പറയപ്പെടാത്ത, ബിസ്മില്ല ചൊല്ലാത്ത മാംസം അത് നിങ്ങൾ തിന്നരുത്, അത് അധർമ്മമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പിന്നെ ഈ ആളുകളുടെ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വഇന്ന അശ്ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂക്കും, ശൈത്താന്മാർ അവൻ്റെ മിത്രങ്ങൾക്ക് നിങ്ങളോട് തർക്കിക്കുവാൻ ബോധന നൽകുന്നു എന്ന് തുടങ്ങിയുള്ള വിഷയമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധങ്ങളെ എണ്ണിയത്? നമ്മൾ പറഞ്ഞു ത്വയ്യിബാത്ത് ഭക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചപ്പോൾ എന്താണ് ത്വയ്യിബാത്ത് എന്നത് അറിയൽ അനിവാര്യമായി. ആ വിഷയം അന്വേഷിക്കപ്പെട്ടു. അപ്പോൾ ത്വയ്യിബാത്ത് അഗണ്യമാണ്, ഏറെ അധികമാണ്. എന്നാൽ നിഷിദ്ധം നിർണിതമാണ്, പരിമിതമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധങ്ങളെ എണ്ണി. ഈ നിഷിദ്ധങ്ങളെ എണ്ണിയപ്പോൾ അല്ലാഹുവിൽ നിന്ന് പ്രയോഗം വന്നത് ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കിയത് ഇവ മാത്രമാണ് എന്ന ശൈലിയിലാണ്. എന്തിന് ഈ ശൈലി വന്നു? അല്ലാഹു എണ്ണിപ്പറഞ്ഞ ഈ നിഷിദ്ധങ്ങൾക്കപ്പുറം വിശുദ്ധമായ പലതിനെയും അശുദ്ധമാണെന്ന് വിധിച്ച് അതിനോട് അന്യം നിൽക്കുന്ന ദുരവസ്ഥ ബഹുദൈവവിശ്വാസികൾക്കുണ്ടായിരുന്നു. വിശുദ്ധമായതിനെ പലതിനെയും അവർ തങ്ങൾക്ക് വിരോധിച്ചു, വിലക്കി. അങ്ങനെ അവർ വിലക്കുന്ന കാലം വിശുദ്ധമായത് അവരുടെ കൺമുമ്പിലുണ്ട്, കൈപ്പിടിയിലുണ്ട്. എന്നിട്ടും അവർ അശുദ്ധമായ ശവം തിന്നുന്നു, ചോര കുടിക്കുന്നു. വിശിഷ്ടമായതിനെയും വിശുദ്ധമായതിനെയും അവർ ഉപയോഗിക്കുന്നേയില്ല. അതിലവർക്ക് വിരക്തി. എന്നാൽ അശുദ്ധമായതിൽ, ശവത്തിൽ, ചോരയിൽ ഒക്കെ അവർക്ക് തികഞ്ഞ ആസക്തിയും അനുഭൂതിയും. കേവലം മാംസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അവർ ശവം തിന്നുമ്പോൾ, ചോര കുടിക്കുമ്പോൾ ആട്, മാട്, ഒട്ടകങ്ങളെ അതിൻ്റെ മാംസവും പാലും മാത്രമല്ല അവർ തങ്ങൾക്ക് വിലങ്ങിയത്. പ്രത്യുത കൃഷി ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും കായ്ക്കനികളുമൊക്കെ അവർ തങ്ങൾക്ക് വിലങ്ങുന്ന, നിഷിദ്ധമാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഒന്ന് ബോധവൽക്കരിക്കുവാനും അവരുടെ ഈ ബുദ്ധിശൂന്യതയെ ഉണർത്തുവാനും അവർ കേൾക്കുന്ന ശൈലിയിലാണ് പ്രയോഗം കൊണ്ടുവന്നത്. അതാണ് ഇന്നമാ ഹറമ അലൈക്കും എന്നുള്ള പ്രയോഗം. ഏറെക്കുറെ മുഫസ്സിരീങ്ങളിൽ പലരും ഈ ഒരു വിഷയത്തിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ആ വിഷയം ഉൾക്കൊള്ളുവാൻ ചില ചരിത്രങ്ങളെ ഞാനിവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം. ഇന്നമാ ഹറമ അലൈക്കും എന്നുള്ളിടത്ത് ഇന്നമയുടെ ആശയം നമ്മൾ മനസ്സിലാക്കി. മാ ഹറമ അല്ലാഹു അലൈക്കും ഇല്ലാ അൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. ശവം, ചോര, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ നാമം ഘോഷിച്ച് അവർക്കായി ബലി നൽകപ്പെട്ടത് ഇവയല്ലാതെ. ഹറമ എന്ന് പറഞ്ഞാൽ അൽ മംനൂ മൻഅൻ ഷദീദൻ, ശക്തമായ കടുത്ത ഭാഷയിൽ വിലക്കപ്പെട്ടത്. നിദാനശാസ്ത്രത്തിൽ ഹറമ, ഹറാം എന്നൊക്കെ പറഞ്ഞാൽ ഖിതാബുല്ലാഹിൽ മുഖ്തദി അൽ കഫ അനിൽ ഫിഅലി ഇഖ്തിദാഅൻ ജാസിമൻ, ഒരു പ്രവൃത്തിയെ തൊട്ട് തടുക്കുന്നതിനെ തേടുന്ന, അതും ഖണ്ഡിതമായ നിലക്കുള്ള തേട്ടം, പ്രസ്തുത തേട്ടമുള്ള അള്ളാഹുവിൻ്റെ അഭിസംബോധന, അതാണ് ഹറാം. ഖണ്ഡിതമായ നിലക്ക് ഇന്നത് ചെയ്യരുതെന്ന അള്ളാഹുവിൻ്റെ അഭിസംബോധന, അതാണ് ഹറാം. ആ പ്രവൃത്തി അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വിലക്ക് ശക്തമാണ്. ഈ പറയപ്പെട്ടത് ഭക്ഷിക്കുന്ന വിഷയത്തിൽ, ഇവിടെ നിഷിദ്ധം ഭുജിക്കുന്ന വിഷയത്തിൽ, ഭക്ഷിക്കുന്ന വിഷയത്തിൽ പ്രത്യേകമാണ്. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, വിശുദ്ധമായത് ഭക്ഷിക്കുവാൻ വിശ്വാസികളെ വിളിച്ച് കൽപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധങ്ങളെ എണ്ണുമ്പോൾ ഭക്ഷിക്കുന്ന വിഷയത്തിലാണ് ഈ നിഷിദ്ധങ്ങളുടെ പ്രഖ്യാപനം എന്നുള്ളത്. ആ സാഹചര്യം അറിയിക്കുന്ന, തേടുന്ന വിഷയമാണ്. അതിനാൽ ഈ വിലക്ക് ശക്തമായ ഭാഷയിലുള്ള വിലക്കാണ്. അതുകൊണ്ടാണ് ഇന്നമാ ഹറമ എന്ന ഹറാമിൻ്റെ പ്രയോഗം വന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞ 4 എണ്ണം. എന്താണ്? അൽ മൈതത്ത് എന്നതിനാൽ ഉദ്ദേശം, അദ്ദം എന്നതിനാൽ ഉദ്ദേശം, അതേപോലെ മറ്റ് 2 വിഷയങ്ങൾ നമുക്ക് വിശദമായി മനസ്സിലാക്കുവാനുള്ള വിഷയങ്ങളാണവ. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.